പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതത്തെ കൂടെ കാണുവാൻ കർത്താവ് നമുക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 9 വാക്യം. അവർ കരയ്ക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ചില വചനങ്ങൾ നമ്മൾ പല പ്രാവശ്യം ചിന്തിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണെങ്കിലും ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചില വചനങ്ങൾ നമ്മെ തേടി വരും. നമ്മോട് പ്രത്യാശയുടെ വാക്കുകൾ സംസാരിക്കും. പ്രത്യാശയുടെ ഒരു നിശ്ചയം നമ്മുടെ ജീവിതത്തിൽ തരും. അങ്ങനെ നമ്മുടെ ഹൃദയം സന്തോഷിക്കും, നമ്മുടെ മടുപ്പ് മാറും, നമ്മുടെ ബലഹീനതയ്ക്കൊക്കെ ഒരു വ്യത്യാസം വരും, നമ്മുടെ ഹൃദയത്തിൽ ഒരു രൂപാന്തരമുണ്ടാകും, ദുഃഖിച്ചിരിക്കുന്ന ഹൃദയത്തിലൊക്കെ ഒരു സന്തോഷമുണ്ടാകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പത്രോസിനെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരുടെയും അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. പല പ്രാവശ്യം നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാണെങ്കിലും നോക്കൂ, പത്രോസിൻ്റെ അവസ്ഥ വളരെ ദാരുണമായിരുന്നു. വീട്ടിൽ നിന്നും 3.5 വർഷത്തിന് മുമ്പ് ഇറങ്ങിത്തിരിച്ചു. നിത്യജീവൻ്റെ മൊഴികൾ നിന്നിലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകുമെന്നൊക്കെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ കൂടെ കൂടിയതായ പത്രോസിന് വള്ളവും വലയും എല്ലാം വിട്ടു, സകലതും വിട്ട് കർത്താവിനെ അനുഗമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ യേശു അവരുടെ മധ്യത്തിൽ നിന്നും മാറ്റപ്പെട്ടത്. ഇനിയും ഒരു സുപ്രഭാതം അവരുടെ മുൻപിൽ അവശേഷിക്കുകയില്ല എന്ന് പത്രോസ് കണ്ടു. പല പ്രാവശ്യം വെയിറ്റ് ചെയ്തെങ്കിലും ഒരു നിശ്ചയവും കിട്ടാതെ വണ്ണം ഉപജീവനത്തിന് വേണ്ടി കടലിലേക്ക് ഇറങ്ങുവാൻ തീരുമാനിച്ചു. മുക്കുവരായിട്ടുള്ള സഹോദരങ്ങളുടെ ഇടയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്: ആര് ഉപേക്ഷിച്ചിരുന്നാലും കടൽ നമ്മെ തള്ളിക്കളയത്തില്ല. അല്ല എങ്കിൽ ചിലയിടങ്ങളിലൊക്കെ പറയുന്നത് കടലമ്മ നമ്മെ തള്ളിക്കളയത്തില്ല, നമ്മെ പട്ടിണി ഇടത്തില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതൊരു വലിയൊരു പ്രത്യാശയാണ്. ആ തൊഴിൽ ചെയ്യുന്നവരുടെ ഇടയിലുള്ളതായ ഒരു അഗാധമായ, മറ്റാർക്കും ഗ്രഹിക്കുവാൻ കഴിയാത്തതായ, പ്രയാസമുള്ളതായ ഒരു വലിയ ഒരു പ്രത്യാശയുടെ വാക്കാണ്: ആര് ചതിച്ചാലും കടൽ ചതിക്കുകയില്ല. എന്നാൽ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ആ മറ്റുള്ളവരെല്ലാം ചതിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തത് കൂടാതെ കടലിന്മേൽ ഒടുവിൽ ഇച്ചിരി പ്രത്യാശ വെച്ച് ആ കടലും അവനെ ചതിച്ചു. എന്ന് പറഞ്ഞാൽ ഉപജീവനത്തിനുള്ളതായ ഒരു ദിവസത്തേക്കുള്ളതായ, അതായത് കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ദിവസം എന്തെങ്കിലും ലഭിക്കും എന്നുള്ളതായ ഒരു ചിന്തയുടെ നഷ്ടപ്പെട്ടതായ ഒരു ദിവസം. സാധാരണ മുക്കുവരായിട്ടുള്ള സഹോദരങ്ങൾ കടലിലേക്ക് മീൻ പിടിക്കാൻ പോയാൽ ചില ദിവസങ്ങൾക്ക് ശേഷം അവർ തിരികെ വരുമ്പോൾ അവരുടെ കുടുംബങ്ങളൊക്കെ, മാതാപിതാക്കളും ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ, സഹോദരങ്ങളൊക്കെ കടൽക്കരയിൽ അവരെ കാത്തു നിൽക്കും. അവർ വെറുങ്കൈയായിട്ട് വരുമ്പോഴൊക്കെ അവരോട് ചോദിക്കും, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അവരുടെ ഇടയിലുള്ളതായ ഒരു ഭാഷ്യമാണ്. എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതേ ഭാഷയിൽ ഒരമ്മ ചോദിക്കുന്ന ചോദ്യമായിട്ട് യേശു ശിഷ്യന്മാരെ തേടി വന്നു: കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? നോക്കൂ, കടൽ അറിയാവുന്നവരും ജോലി അറിയാവുന്നവരും മീനിൻ്റെ ഇളക്കവും സമുദ്രത്തിൻ്റെ ഇളക്കവും ഒഴുക്കും എല്ലാം നന്നായി ഗ്രഹിച്ചിരിക്കുന്ന പത്രോസിനും കൂടെയുള്ളവർക്കുമൊക്കെ ഒരു രാത്രി മുഴുവനും അവരുടെ സകല ബുദ്ധിയെയും മറച്ചും കൊണ്ട് ദൈവം അവരെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കൊണ്ടുവന്നു. അതിനൊരു കാരണമുണ്ട്. സർവത്തിനും ജ്ഞാനിയായിട്ടുള്ളതായ ഒരു ദൈവം, സകലത്തിനും അധികാരിയായിട്ടുള്ള ദൈവം, കടലിനെയും കരയെയും സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനിലുള്ളതായ വിശ്വാസത്തെ അവരിൽ അടിയുറച്ച് ഒന്നുകൂടെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി കർത്താവ് അങ്ങനെ ഒരു പ്രതിസന്ധി അവരുടെ മുൻപിൽ കൊണ്ടുവന്നു. എന്തായാലും നമുക്കറിയാം, ആ കഥയുടെ അവസ്ഥ നമുക്കറിയാം. കർത്താവ് പറഞ്ഞതുപോലെ അവർക്ക് വലിയൊരു പെരുത്ത മീൻകൂട്ടം യേശുവിൻ്റെ വാക്കനുസരിച്ച് നിമിത്തം അവർക്ക് ലഭിച്ചു. എന്നാൽ കരയ്ക്കിറങ്ങിയപ്പോഴുള്ളതായ ഒരവസ്ഥ അവരുടെ ഹൃദയത്തെ വളരെയധികം സ്വാധീനിച്ചതായ, ചിന്തിപ്പിച്ചതായ ഒരു കാര്യം. അവർ കരയ്ക്കിറങ്ങിയപ്പോൾ
തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. ഇതെല്ലാം ഒരുക്കി വെച്ചുകൊണ്ടതിന് ശേഷമാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വന്ന് വിളിച്ചത്. കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവർക്ക് വേണ്ടി ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നുള്ളത് കർത്താവ് മറച്ചു പിടിച്ചു. അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ അറിയുവാൻ പത്രോസ് വളരെ ദാരുണമായ വാക്കുകളോട് പറയുകയാണ്. ഹൃദയം വേദനിക്കുന്ന ശബ്ദത്തോട് ഇടർച്ചയോട് പറയുകയാണ്, ഒന്നും കിട്ടിയില്ല, ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സാരമില്ല, നിൻ്റെ ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിഞ്ഞില്ലെങ്കിലും നിൻ്റെ ഹൃദയത്തിൻ്റെ പരമാർത്ഥതയെ തിരിച്ചറിയുന്ന ദൈവം, വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് നിൻ്റെ മുൻപിൽ ഒന്നുകൂടെ കാണിക്കുവാൻ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന് നിനക്ക് നല്ലതുപോലെ വ്യക്തമായി തിരിച്ചറിയേണ്ടതിന്, നിൻ്റെ മുൻപിൽ അത് വ്യക്തമാക്കി നിന്നെ കാണിക്കേണ്ടതിന് കർത്താവിത അത്ഭുതകരമായ ഒരു പ്രവൃത്തിയുടെ സാഹചര്യത്തിൻ്റെ മുൻപിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. കരയ്ക്കിറങ്ങി നിൻ്റെ കണ്ണുകളൊന്ന് പ്രകാശിപ്പിച്ച് നോക്കൂ, നിൻ്റെ കണ്ണുകളൊന്ന് തുറന്ന് നോക്കൂ. അവിടെ ഒരു കാഴ്ച നിനക്ക് കാണാം. തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഇതെല്ലാം ഒരുക്കിയതിന് ശേഷം, ഇതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എന്തെന്ന് ഒരു മനുഷ്യനെയും കാണിക്കാതെ നിന്നെ മാത്രം കാണിക്കുവാൻ കർത്താവ് അത് മറച്ചു പിടിച്ചു. അതിനുശേഷം ചോദിക്കുകയാണ്, കൂട്ടുവാൻ വലുതുമുണ്ടോ? നിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകാൻ വലുതുമുണ്ടോ? ഒന്നുമില്ല എന്നുള്ളതായ നിൻ്റെ ഹൃദയം തകർന്നുള്ള ഉത്തരം കർത്താവിൻ്റെ ഹൃദയത്തെ പോലും വേദനിപ്പിച്ചു. നിൻ്റെ ഭവനത്തിൽ കൊണ്ടുപോകാനും നിൻ്റെ ഉപജീവനത്തിനും നിൻ്റെ ആരോഗ്യത്തിനും നിൻ്റെ സൗഖ്യത്തിനും വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നതായ ആ ദിവ്യ സ്നേഹത്തിൻ്റെ ആഴത്തെ ഈ പ്രഭാതത്തിൽ നമ്മെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്ത് കാണിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒന്നും ലഭിച്ചില്ല, ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞതായ, നീ വിശ്വസിക്കുന്നതായ അല്ലെങ്കിൽ നിൻ്റെ മുൻപിൽ പറഞ്ഞു വരുന്നതായ പഴഞ്ചൊല്ല് പോലെ കടൽ നിന്നെ ചതിക്കയില്ല എന്നുള്ളതായ നിൻ്റെ ആ ഒരു വിശ്വാസത്തെ പോലും തകർത്തും കൊണ്ട് സകലതും നിൻ്റെ മുൻപിൽ തകർക്കപ്പെട്ടതായ ഒരവസ്ഥയാണെങ്കിലും ഇതാ നീ കയറി വരുമ്പോൾ ആരും ചെയ്യാത്തതുപോലെ പെറ്റമ്മ പോലും കാണിക്കാത്തതായ ഒരു സ്നേഹം തീക്കനൽ കടൽക്കരയിൽ കൊണ്ടുവന്ന് തീക്കനൽ വെച്ച് അതിന്മേൽ മീനും വെച്ച് അപ്പവും വെച്ചും കൊണ്ട് നിന്നെ കർത്താവ് വിളിക്കുകയാണ്. വരിക, അത്താഴം കഴിക്കുക, ഭക്ഷണം കഴിക്കുക, പ്രാതൽ കഴിക്കുക, വിശപ്പടക്കുക, ക്ഷീണം മാറ്റുക, സൗഖ്യമുള്ളവനാകുക, പ്രത്യാശയുള്ളവനാകുക. കടലിന്മേലും കരയിന്മേലും അധികാരമുള്ള എൻ്റെ ശക്തി, എൻ്റെ കരങ്ങളുടെ ശക്തിയെ തിരിച്ചറിയുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെക്കുറിച്ച് എന്താണ് നാം ധരിച്ചിരിക്കുന്നത്? നമ്മുടെ അറിവ് വളരെ പരിമിതമായിരിക്കാം, നമ്മുടെ പ്രത്യാശ വളരെ ചെറുതായിരിക്കാം, നമ്മുടെ അറിവുകളും നമ്മൾ ധരിച്ചിരിക്കുന്ന ധാരണകളുമൊക്കെ വളരെ ചെറുതായിട്ടുള്ള ധാരണയായിരിക്കാം. പക്ഷേ നമ്മുടെ ധാരണകളെ മാറ്റും വിധം, നമ്മുടെ അറിവുകളെ മാറ്റും വിധം, നമുക്കില്ലാത്തതായ ചില കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുവാൻ തക്കവണ്ണം, നമ്മിൽ ഊറ്റിയിരിക്കുന്നതായ സ്നേഹത്തിൻ്റെ ആഴത്തെ നമുക്ക് കാണിച്ചു തരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മുടെ മുൻപിൽ കാണിക്കുകയാണ്. കനലിന്മേൽ വച്ചിരിക്കുന്ന മീനെയും അപ്പത്തെയും കാണിച്ചുകൊണ്ട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുക. ക്ഷീണമകറ്റുവാൻ കർത്താവ് നമ്മെ വിളിക്കുന്നു. ക്ഷീണിച്ചിരിക്കുന്നതായ ഹൃദയങ്ങളെ, ഭാരപ്പെട്ടും പലവിധ കാര്യങ്ങളെക്കുറിച്ച് പലതിനെ ചൊല്ലി ഭാരപ്പെട്ടും നിൻ്റെ ഹൃദയത്തിൽ എണ്ണമില്ലാത്ത വിഷയങ്ങളെ ഓർത്ത് വേദനിക്കുന്നതായ ആദിയോടെ കഴിയുന്നതായ നിൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ കർത്താവ് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മെ വിളിക്കുകയാണ്. വരിക, പ്രാതൽ കഴിക്കുക, ശക്തിപ്പെടുക, ദൈവത്തിൽ വിശ്വസിക്കുക. ആ വിശ്വാസം നിൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു പ്രത്യാശയുടെ തീരത്തേക്ക് നിന്നെ കൊണ്ടുപോകും, വിശാലതയിലേക്ക് കൊണ്ടുപോകും. നീ അറിയാത്ത വഴികളൊക്കെയും, നീ അറിയാത്തതായ അനേക ജ്ഞാനങ്ങളെ കർത്താവ് നിനക്ക് തരും. നിൻ്റെ കൈകളുടെ പ്രവൃത്തികളെ കർത്താവ് അനുഗ്രഹിക്കും. നീ പോകുന്നിടത്തൊക്കെയും നീ നിമിത്തം ചെല്ലുന്ന ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെടും. നീ കാൽ വയ്ക്കുന്ന ദേശമൊക്കെ കർത്താവ് നിനക്ക് തരും. വിളിച്ചവൻ വിശ്വസ്തനെന്ന് ഒരു പ്രാവശ്യം കൂടെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.